PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് പിന്മാറാൻ കഴിയില്ല. കേന്ദ്ര സർക്കാരിന് മാത്രമേ പിന്മാറാൻ കഴിയൂ. പിന്മാറിയാൽ സർവശിക്ഷ അഭിയാൻ ഫണ്ട് ഉൾപ്പെടെ തടഞ്ഞു വെക്കാൻ സാധ്യത. ഡി ബിനോയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിനോയ്, ധാരണാപത്രം മരവിപ്പിക്കുന്നതടക്കമുള്ള നടപടിയിലേക്ക് കടക്കാൻ സർക്കാർ തീരുമാനിച്ചൊരു സാഹചര്യത്തിൽ ഇത് വലിയൊരു ഒരു പ്രശ്നമാകുമോ? ഇത് കാളിദാസ്, ഇതിനകത്ത് നിയമപരമായും ഒപ്പം തന്നെ ഈ ഭരണപരമായുമുള്ള പ്രശ്നങ്ങൾ ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു പ്രാവശ്യം ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറാൻ കഴിയുകയില്ല. സംസ്ഥാന സർക്കാരിന് ഒരിക്കലും പിന്മാറാൻ കഴിയില്ല. കേന്ദ്ര സർക്കാരിന് മാത്രമേ പിന്മാറാനുള്ള അവകാശവും അധികാരവും ഉള്ളൂ എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഉടമ്പടി മരവിപ്പിച്ചു എന്നാണ് സംസ്ഥാന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സർവശിക്ഷ അഭിയാൻ ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ സംസ്ഥാനത്തിന് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ 2020 മുതൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടണം എന്നുള്ളത്. സംസ്ഥാന സർക്കാരിന് 300 കോടി രൂപ സർവശിക്ഷ അഭിയാൻ ഫണ്ട് കിട്ടാനിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇതിൽ നിന്ന് ഉടമ്പടിയിൽ ഒപ്പിട്ടതിന് ശേഷം പിന്മാറാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഒരു 7 അംഗ മന്ത്രിമാരുടെ ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ തന്നെയും ഇതിന്റെ നിയമാവലിയിൽ അല്ലെങ്കിൽ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്ന സമയത്ത് കൃത്യമായി വ്യവസ്ഥ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു പ്രാവശ്യം ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും സർക്കാരുകൾക്ക് പിന്മാറാൻ കഴിയില്ല. ദേശീയ വിദ്യാഭ്യാസ നയം രാജ്യത്ത് പ്രാവർത്തികമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ബ്ലോക്ക് അടിസ്ഥാനത്തിലും പിന്നീട് അത് ഓരോ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി നടപ്പിലാക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്നുള്ള തന്നെ ആ വ്യവസ്ഥയിലുണ്ട്. പക്ഷേ ഈ വ്യവസ്ഥകൾ പാലിക്കാതിരിക്കാൻ എന്തെങ്കിലും നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെയാണ് പിന്നീട് ചിന്തിക്കേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് 300 കോടിയിലധികം സർവശിക്ഷ അഭിയാൻ ഫണ്ട് കിട്ടാനിരിക്കുന്ന സമയത്ത് പിന്മാറുന്നത് ഒരു പക്ഷേ ഈ ഫണ്ട് ഉൾപ്പെടെ തടഞ്ഞു വയ്ക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അല്ലെങ്കിൽ ഒരു പക്ഷേ നിയമപരമായ നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതേസമയം കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് ഈ ഉടമ്പടികളിൽ നിന്നും പിന്മാറിയ വിവരം ഇതുവരെയായും കേന്ദ്ര സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഇന്നൊരു പക്ഷേ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവുമായി സംസ്ഥാനത്തു നിന്നുള്ള ഉദ്യോഗസ്ഥർ, അതായത് വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള കത്തിടപാടുകൾ നടത്താൻ സാധ്യതയുണ്ട്. ആ കത്തിടപാടുകൾ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭിക്കുന്ന ഫണ്ടിൽ കുറവുണ്ടാകുക മാത്രമല്ല തടഞ്ഞു വയ്ക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. നേരത്തെ പഞ്ചാബിലും ഇത് സംഭവിച്ചിരുന്നു. സർവശിക്ഷ അഭിയാൻ ഫണ്ട് അവർ തടഞ്ഞു വെച്ചു. അതായത് 2023 പഞ്ചാബിൽ ഇത്തരത്തിൽ അവർ ഉടമ്പടിയിൽ ഒപ്പിട്ടതിന് ശേഷം പിന്മാറിയിരുന്നു. ആ സമയത്ത് അവരുടെ സർവശിക്ഷ അഭിയാൻ ഫണ്ട് ഉൾപ്പെടെ 500 കോടിയോളം രൂപ അന്ന് അവിടെ തടഞ്ഞു വെച്ചിരുന്നു. അത് പിന്നീട് വലിയ തരത്തിലുള്ള നിയമ പോരാട്ടത്തിന് ഉൾപ്പെടെ തന്നെ വഴിവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ കേരളത്തിലും ഇവർ ഒപ്പിട്ടതിന് ശേഷം പിന്മാറിക്കഴിഞ്ഞാൽ ഫണ്ട് ഉൾപ്പെടെ തടഞ്ഞു വയ്ക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമവിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. കാളിദാസ്. ശരി, ഡി ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്.